സ്റ്റിയറിംഗ് മേൽ ഇരിക്കുന്ന അഗ്നിയുടെ കൈകൾ അനിയന്ത്രിതമായി വിറച്ചുകൊണ്ടേയിരുന്നു. ഒരു വേട്ടമൃഗത്തെപ്പോലെ അവനിൽ ഭയം പടർന്നു പിടിച്ചിരിക്കുന്നു. കാറിന്റെ പിൻസീറ്റിൽ പ്രാണവായുവിനായി പിടയുന്ന മാളവികയെ കണ്ണാടിയിലൂടെ നോക്കിയപ്പോൾ അവന്റെ നെഞ്ചിലൊരു കനൽ വന്നു വീണതുപോലെ തോന്നി. ആ ഗോഡൗണിലെ ഗന്ധവും പൊടിപടലങ്ങൾ നിറഞ്ഞ ശ്വാസം മുട്ടിക്കുന്ന അന്തരീക്ഷവും അവളെ മരണത്തിന്റെ മുൻപിലേക്ക് എത്തിച്ചെന്ന് അവന് വൈകിയാണെങ്കിലും തിരിച്ചറിഞ്ഞു. സർ, എനിക്ക് പൊടി അലർജിയാണ് എന്ന് താഴ്ന്ന സ്വരത്തിൽ അവൾ മുൻപേ പറഞ്ഞിരുന്നതാണ്. പക്ഷേ തന്റെ അഹന്തയുടെയും വാശിയുടെയും പുറത്ത് അവളുടെ വാക്കുകളെ പുച്ഛിച്ച് തള്ളുകയായിരുന്നു അവൻ. ഓരോ ഫയലുകളും അവളുടെ നേരെ നീട്ടുമ്പോൾ അത് അവളുടെ ശ്വാസനാളത്തെ വരിഞ്ഞു മുറുക്കാനുള്ള കയറാണെന്ന് അവൻ കരുതിയില്ല. നിശബ്ദതയുടെ തടവറയിലായിരുന്ന മാളവിക അപ്പോൾ അവളുടെ കാതുകളിൽ ലോകത്തിന്റെ സ്പന്ദനങ്ങളെത്തിച്ചേരുന്ന ആ ചെറിയ ശ്രവണ സഹായികൾ പൂർണ്ണമായും പ്രവർത്തനരഹിതമായിരുന്നു. ശബ്ദമില്ലാത്ത ആ ലോകത്ത് ശ്വാസം കിട്ടാതെ പിടയുമ്പോൾ അവളുടെ കണ്ണുകൾ അഗ്നിയോട് എന്തോ യാചിക്കുന്നുണ്ടായിരുന്നു. ഒരുപക്ഷെ മാപ്പിനായിരിക്കാം, അല്ലെങ്കിൽ ഒരു തുള്ളി പ്രാണവായുവിനായിരിക്കാം. അവളുടെ ഓരോ പിടച്ചിലും അഗ്നിയുടെ ഉള്ളിൽ കുറ്റബോധത്തിൽ തീ പടർത്തിക്കൊണ്ടേയിരുന്നു. വേഗം വിട് ആര്യ, നമുക്കൊട്ടും സമയമില്ല. അഗ്നിയുടെ ശബ്ദം ആ കാറിനുള്ളിൽ മുഴങ്ങിക്കേട്ടു. പക്ഷേ ആ ശബ്ദത്തിന് പഴയ ഗാംഭീര്യമുണ്ടായിരുന്നില്ല. പകരം ആരെയും ഭയപ്പെടുത്തുന്ന ആ സ്വരത്തിൽ ഇപ്പോൾ വല്ലാത്ത ഒരു വിറയൽ കലർന്നിരിക്കുന്നു. ഒരു ചെറിയ ചലനം പോലും മറ്റുള്ളവരുടെ ഉള്ളിൽ ഭീതി പടർത്താറുള്ള അഗ്നിയെ ഈ പരിഭ്രമം ആര്യയെ വല്ലാതെ അത്ഭുതപ്പെടുത്തി. നിർഭയനായ ഒരു പോരാളിയുടെ മുഖം മൂടി അഴിഞ്ഞു വീണതുപോലെ നിസ്സഹായനായ ഒരു മനുഷ്യനെയാണ് ആര്യ ആ സമയം അവനിൽ കണ്ടത്. സ്റ്റിയറിംഗിൽ മുറുകെ പിടിച്ചിരുന്ന അവന്റെ കൈകളിൽ വിറയലിലേക്കും വിയർപ്പുതുള്ളികൾ പൊടിഞ്ഞ നെറ്റിത്തടത്തിലേക്കും ആര്യ ഒരു നിമിഷം നോക്കി നിന്നുപോയി. ഏതു പ്രതിസന്ധിയിലും തളരാത്ത ഈ മനുഷ്യനാണോ ഇത്രമേൽ ഭയന്നു പോയിരിക്കുന്നത്? മരണത്തോട് മല്ലിടുന്ന മാളവികയുടെ ഓരോ നിശ്വാസവും അവന്റെ ഉള്ളിൽ ധൈര്യത്തെ ഓരോന്നായി തകർത്തിക്കളഞ്ഞു. ആര്യയുടെ നോട്ടം തന്നെ നോക്കി നിൽക്കുന്നത് ശ്രദ്ധിച്ച അഗ്നി ഒരിക്കൽ കൂടി ദയനീയമായി അവനോട് ആജ്ഞാപിച്ചു. നോക്കി നിൽക്കാതെ വണ്ടി വിട്. അവന്റെ കണ്ണുകളിൽ വിടർന്ന ആ തീവ്രമായ വേവലാതി പ്രണയമാണോ അതോ തെറ്റുപറ്റിയതിന്റെ ആഴത്തിലുള്ള കുറ്റബോധമാണോ എന്ന് തിരിച്ചറിയാനാവാതെ ആര്യ ആക്സിലേറ്റർ കാൽ അമർത്തി. വാഹനം ലക്ഷ്യസ്ഥാനത്തേക്ക് ഒരു അസ്ത്രം പോലെ പാഞ്ഞുപോയി. നഗരത്തിലെ തിരക്കുകളെ വകഞ്ഞുമാറ്റി അഗ്നിയുടെ കാർ ഹോസ്പിറ്റലിലേക്ക് കുതിച്ചു. പുറത്തെ ട്രാഫിക് ബ്ലോക്കുകളേക്കാൾ വലിയൊരു യുദ്ധം വണ്ടിക്കുള്ളിൽ തന്നെ ആ സമയം നടന്നു. ജീവനും മരണത്തിനുമിടയിലുള്ള നൂൽപാലത്തിലൂടെ മാളവിക നടത്തുന്ന പോരാട്ടം. അവളുടെ കൈകൾ തണുത്തു വിറച്ചിരുന്നു. ജീവന്റെ അവസാനത്തെ തുടിപ്പും കൈവിട്ടുപോകാൻ വിസമ്മതിക്കുന്നതുപോലെ അവൾ അഗ്നിയുടെ കൈകളിൽ മുറുകെ പിടിച്ചു. അവളുടെ ശ്വാസമെടുക്കുന്നതിന്റെ ബുദ്ധിമുട്ടും വെപ്രാളവും കണ്ട് സഹിക്കാനാവാതെ അഗ്നി ആ കൈകൾ തന്റെ ഉള്ളം കൈയിലാക്കി മെല്ലെ മന്ത്രിച്ചു. ഒന്നുമില്ല മാളവിക, നീ പേടിക്കേണ്ട. നമ്മൾ എത്താറായി. നിനക്കൊന്നും സംഭവിക്കില്ല. ഞാൻ അതിന് സമ്മതിക്കുകയുമില്ല. അവളുടെ കൈവെള്ളയിലേക്ക് അവന്റെ കണ്ണുകളിൽ നിന്ന് ഒരു തുള്ളി കണ്ണുനീർ അടർന്നു വീണു. ഒരു തുള്ളിക്ക് കത്തുന്ന വാശിയും കല്ലിനേക്കാൾ ചൂടുണ്ടായിരുന്നു അത്. തന്റെ അനാവശ്യമായ വാശിയും ദേഷ്യവുമാണ് ഇന്ന് അവളെ ഈ അവസ്ഥയിലെത്തിച്ചെന്ന സത്യം അവനെ നീറ്റിക്കൊണ്ടേയിരുന്നു. ഹോസ്പിറ്റൽ വരാന്തയുടെ നിശബ്ദതയെ ഭേദിച്ചുകൊണ്ട് സ്ട്രക്ചർ ചക്രങ്ങൾ നിലവിളിച്ചു. മാളവികയെ അതിലേക്ക് മാറ്റുമ്പോൾ അഗ്നിക്ക് തന്റെ ശ്വാസം നിലയ്ക്കുന്നത് പോലെ തോന്നി. ഐസിയുവിന്റെ ചുവന്ന ലൈറ്റ് തെളിയുകയും വാതിലുകൾ അടയുകയും ചെയ്തപ്പോൾ അവൻ ആ തണുത്ത ചുമരിൽ തല ചായ്ച്ചിരുന്നു. ഒരു നിമിഷത്തെ മൗനം ഒരു യുഗമായി അവന് തോന്നി. അല്പനേരത്തിന് ശേഷം ഐസിയുവിന്റെ വാതിൽ തുറന്നു. ഡോക്ടർ പുറത്തേക്ക് വരുമ്പോൾ ആ മുഖത്തെ മുഖഭാവം വായിച്ചെടുക്കാനാവാതെ അഗ്നി ശ്വാസമടക്കി നിന്നു. കഴിഞ്ഞ 2 ദിവസമായി മാളവിക തന്റെ കൺമുന്നിലുണ്ട്. വെറുമൊരു PA എന്നതിനുമപ്പുറം അവളോട് തോന്നി തുടങ്ങിയ ഒരിഷ്ടം അഗ്നി മനസ്സിനുള്ളിൽ കുഴിച്ചു മൂടാൻ നോക്കിയതായിരുന്നു. പക്ഷെ ആ ശ്വാസം മുട്ടിയുള്ള അവളുടെ കിടപ്പ് കണ്ടപ്പോൾ തന്റെ നെഞ്ച് പിളരുന്നത് അവൻ അറിഞ്ഞു. പൊടിയുടെ അലർജി അവൾക്കുണ്ടെന്ന് അറിഞ്ഞിട്ടും തന്റെ വാശിക്ക് മുന്നിൽ അവളെ തളച്ചിട്ടത് വലിയൊരു തെറ്റായിപ്പോയി. അഗ്നി, ഒന്ന് OPയിലേക്ക് വരാമോ? നേഴ്സിന്റെ വിളി അവനെ ചിന്തകളിൽ നിന്നും ഉണർത്തി. ഡോക്ടറുടെ ക്യാബിനിലേക്ക് കയറുമ്പോൾ അഗ്നിയുടെ ഉള്ളിന്ന് കാളി. ഗൗരവത്തിലിരിക്കുന്ന ഡോക്ടർ അവനെ ഒന്ന് പാളി നോക്കിക്കൊണ്ട് ചോദിച്ചു, ഇരിക്കൂ. ആ കുട്ടിയുടെ ആരാണ് നിങ്ങൾ? അഗ്നി ഒന്ന് പരുങ്ങി. അത് ഡോക്ടർ.
മാളവിക എൻ്റെ ഓഫീസിലെ PA ആണ്. എങ്ങനെയാണ് ആ കുട്ടിക്ക് ഇങ്ങനെ സംഭവിച്ചത്? തീരെ വയ്യാത്ത അവസ്ഥയിലാണല്ലോ ഇങ്ങോട്ട് കൊണ്ടുവന്നത് തന്നെ. ഡോക്ടറുടെ ചോദ്യത്തിൽ ഒരു മുനയുണ്ടായിരുന്നു. അഗ്നി തല താഴ്ത്തി പതുക്കെ പറഞ്ഞു. അത് കുറച്ച് പഴയ ഫയലുകൾ നോക്കാൻ ഞാൻ പറഞ്ഞിരുന്നു. അവൾക്ക് ഈ അലർജിയുടെ അസുഖം പണ്ടേ ഉള്ളതാ. പക്ഷെ അത് ഇത്രത്തോളം സീരിയസ് ആകുമെന്ന് ഞാൻ കരുതിയില്ല ഡോക്ടർ. അത് കേട്ടതും ഡോക്ടർ ഒന്ന് നിശ്വസിച്ചു. കണ്ണട ഊരി മേശപ്പുറത്ത് വെച്ച് അഗ്നിയെ ഒന്ന് അടിമുടി നോക്കി. എന്നിട്ട് കടുപ്പത്തിൽ തന്നെ പറഞ്ഞു. തൻ്റെ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നവരോട് ഇത്രയും മര്യാദയില്ലാതെയാണോ താൻ പെരുമാറാറുള്ളത്? അതിന് തൻ്റെ ഫയലുകൾ എടുക്കുന്നതല്ലല്ലോ അവളുടെ ജോലി. അവൾ തൻ്റെ PA അല്ലേ? ആ പെൺകുട്ടിയുടെ ശ്വാസകോശത്തിൻ്റെ അവസ്ഥ കണ്ടോ താൻ? ഇനിയൊരിക്കൽ കൂടി അവളെ പൊടിയുള്ള ഭാഗങ്ങളിലേക്ക് വിടരുത്. ജീവിതം തന്നെ അപകടത്തിലാക്കാവുന്ന കളിയാണിത്. താൻ ഇത് പ്രത്യേകം ശ്രദ്ധിച്ചോളാം. മനസ്സിലായോ നിങ്ങൾക്ക്? അഗ്നി ഒന്നും മിണ്ടാനാവാതെ തറഞ്ഞു നിന്നുപോയി. ഡോക്ടറുടെ ഓരോ വാക്കും ഒരു ചാട്ടുളി പോലെ അവൻ്റെ ഉള്ളിൽ പതിച്ചു. തൻ്റെ അധികാരവും വാശിയും ഒരു പാവം പെൺകുട്ടിയുടെ ശ്വാസം മുട്ടിച്ചു വന്ന തിരിച്ചറിവ് അവനെ വല്ലാതെ അസ്വസ്ഥനാക്കി. പെട്ടെന്നാണ് അവൻ്റെ പോക്കറ്റിൽ നിന്ന് ഫോൺ ഉച്ചത്തിൽ ബെല്ലടിച്ചത്. ആ നിശബ്ദതയിൽ ആ ശബ്ദം അവനെ ഞെട്ടിച്ചു. സ്ക്രീനിലേക്ക് നോക്കിയ അവൻ്റെ മുഖത്ത് ഒരു നിമിഷം പല ഭാവങ്ങൾ മിന്നിമറഞ്ഞു. ഡോക്ടറോട് ഒരു എക്സ്ക്യൂസ് മീ പറഞ്ഞ് അഗ്നി പുറത്തേക്കിറങ്ങി. തൻ്റെ വിശ്വസ്തനായ വിവേകിനെ വിളിച്ച് മാളവികയുടെ അടുത്ത് തന്നെ നിൽക്കാനും ഡോക്ടർ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കാനും ചട്ടം കെട്ടി. അവൻ്റെ മനസ്സ് ഇപ്പോൾ ഹോസ്പിറ്റലിലല്ല, കണിമംഗലം ഓഫീസിലെ ആ പഴയ ഫയലുകളിലാണ്. ഓഫീസിലേക്ക് കാർ പാഞ്ഞെടുക്കുമ്പോൾ അഗ്നിയുടെ മുഖം കരിഞ്ഞുണങ്ങിയ പുകയില പോലെ കറുത്തിരുന്നു. അകത്തേക്ക് കയറിയ ഉടനെ അവൻ വിവേകിന് നേരെ തിരിഞ്ഞു. വിവേക്, എവിടെയാ RK ഗ്രൂപ്പിൻ്റെ ഫയൽ? ഉടനെ വേണം എനിക്ക്. വിവേക് ഒന്ന് പതറി. അത് അഞ്ജലിയുടെ കയ്യിലുണ്ട് സാർ. സോഫ്റ്റ്വെയർ HR ആയതുകൊണ്ട് അവളാണ് ലാസ്റ്റ് അത് വെരിഫൈ ചെയ്തത്. വിളിക്കവളെ. അഗ്നിയുടെ ശബ്ദം ഓഫീസിലാകെ മുഴങ്ങി. അല്പസമയത്തിനകം അഞ്ജലി ഫയലുമായെത്തി. മാളവികയുടെ സ്വന്തം ചേച്ചിയാണെങ്കിലും മാളവികയോടുള്ള അസൂയ അഞ്ജലിയുടെ ഉള്ളിൽ ഒരു പുകയുന്ന കനലായിരുന്നു. ആ ഫയലിൽ അവൾ മനഃപൂർവ്വം വരുത്തിയ തെറ്റുകൾ മാളവികയുടെ തലയിൽ കെട്ടിവെക്കാനുള്ള സുവർണ അവസരമായി അവൾ അതിനെ കണ്ടു. ഫയൽ തുറന്നു നോക്കിയപ്പോൾ വിവേക് ഞെട്ടിപ്പോയി. ഇതെന്താ അഞ്ജലി ഇത്? താൻ ഇതിൽ എഴുതിയിരിക്കുന്ന കണക്കുകളെല്ലാം തെറ്റാണല്ലോ. ഇത്രയും വലിയൊരു പ്രോജക്റ്റിൽ എങ്ങനെയാണോ ഡാറ്റ എൻട്രി ചെയ്യുന്നത്? അഗ്നി ആ ഫയൽ പിടിച്ചു വാങ്ങി നോക്കി. അവൻ്റെ കണ്ണുകളിൽ ദേഷ്യം അഗ്നിപർവ്വതം പോലെ തെളിച്ചു. ഇത് കണ്ട അഗ്നി മുഖത്ത് കപടമായൊരു സങ്കടം വരുത്തിക്കൊണ്ട് പറഞ്ഞു. അയ്യോ സാർ, അത് ഞാൻ ചെയ്തതല്ല. ഈ ഫയലിലെ കണക്കുകളൊക്കെ ക്ലിയർ ചെയ്തത് മാളവികയാണ്. ഞാൻ ജസ്റ്റ് ഒന്ന് നോക്കിയെന്നേ ഉള്ളൂ. അവളോട് ഞാൻ ചോദിച്ചതാ ഇതൊക്കെ ശരിയാണോ എന്ന്. അവൾ എന്നോട് തട്ടിക്കയറുകയായിരുന്നു ആ സമയം. അത് കേട്ടതും അഗ്നിയുടെ നിയന്ത്രണം വിട്ടു. പിന്നെ എന്തിനാടി നീ ഈ ഫയലും തൂക്കി പിടിച്ച് എൻ്റെ മുന്നിലേക്ക് വന്നത്? നിന്റെ ജോലി എന്താ ഇവിടെ? അവൻ അലറിക്കൊണ്ട് ചോദിച്ചു.